37 വർഷങ്ങൾക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകി കേരളത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. രാജ്ഭവന് മുന്നിൽ ചങ്ങലയുടെ അവസാന കണ്ണിയാകുന്നത് LDF കൺവീനർ EP ജയരാജനാണ്. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കുള്ള ശക്തമായ താക്കീതായിരിക്കും മനുഷ്യച്ചങ്ങലയെന്ന് EP ജയരാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 37 വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകൾ റിപ്പോർട്ടറിനോട് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. 1987 ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തതിന് ശേഷം 37 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങലയുമായി ഇറങ്ങുന്നത്. ആ സമയത്ത്, അതായത് 37 വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈഎഫ്ഐയുടെയൊക്കെ നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള EP ജയരാജൻ ഇന്ന് LDF കൺവീനറാണ്. ആ സമയത്ത് 37 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യച്ചങ്ങല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി EP ജയരാജൻ റിപ്പോർട്ടർ TVയോടൊപ്പം ചേരുകയാണ്. ജയരാട്ട, എന്തായിരുന്നു 37 വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ജയരാട്ടൻ്റെ ഒരു മനുഷ്യച്ചങ്ങല അനുഭവം? 1980 ഡിവൈഎഫ്ഐ രൂപീകരിക്കുന്നത്. അതിനു മുൻപ് ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ KSYF എന്ന സംഘടനയിലാണ്. ഞാൻ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു സംഘടന രൂപീകരിക്കാനുള്ള ശ്രമം നടത്തിയത്. 80 ഡിവൈഎഫ്ഐ രൂപീകരണം, അതായത് 7 വർഷം പിന്നിട്ടപ്പോഴാണ് കേരളത്തിൽ യുവജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു ബഹുജന സമരത്തിന് ഡിവൈഎഫ്ഐ രൂപം കൊടുത്തത്. എവിടെയും കണ്ണി മുറിഞ്ഞില്ല, എവിടെയും ആളുകളുടെ പങ്കാളിത്തക്കുറവുണ്ടായില്ല. എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങളിങ്ങനെ ഓടിക്കൂടുകയായിരുന്നു. വിദ്യാർത്ഥി മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതേ, ആ സമയത്ത് ഈ കണ്ണി മുറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വലിയൊരു പട മാധ്യമങ്ങളുടെയും എല്ലാവരുടെയും അന്ന് പ്രധാനമായും ഞങ്ങൾ എതിർത്തുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ അവർക്ക് ഒരു തരത്തിലും ഞങ്ങളിങ്ങനെ ഒരു ചങ്ങല കേരളത്തിൽ പൂർത്തിയാക്കി ഒരു വലിയ മനുഷ്യച്ചങ്ങല ഉണ്ടാക്കും, അത്രയും ആളുകളെ മൊബിലൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഈ ക്യാമറയും എടുത്ത് ഓരോ സ്ഥലത്തും ഇങ്ങനെ ആളുകളെ ചുമതലപ്പെടുത്തി. കണ്ണി മുറിയുന്ന സ്ഥലത്ത് നോക്കിയിട്ട് ആ കണ്ണി മുറിഞ്ഞ ഭാഗം കണക്കാക്കിയിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പിറ്റേ ദിവസം വാർത്ത കൊടുക്കാൻ പല സ്ഥലങ്ങളിലും അവർ നിയോഗിച്ചു. പക്ഷേ എല്ലാവരും നിരാശരായി. ഇന്നത്തെ മനുഷ്യച്ചങ്ങലയിൽ ചേരാൻ എവിടെയായിരിക്കും പങ്കെടുക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്താണ്, രാജഭവന് മുമ്പിൽ. അവിടുന്ന് ഈ കാസർഗോഡ് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണല്ലേ? അതെ, കാസർഗോഡ് മുതൽ രാജഭവൻ വരെയാണ്. ഞാനാണ് അവസാനത്തെ കണ്ണി. യുവജനങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കുകയാണ്, യുവജനങ്ങളുടെ ഭാവിയെ അങ്ങേറ്റം അപകടപ്പെടുത്തുകയാണ്. എന്തായാലും 33 വർഷത്തിന് ശേഷം EP ജയരാജൻ ആ പഴയ ഡിവൈഎഫ്ഐ ആവേശത്തോടു കൂടി ഡിവൈഎഫ്ഐ ഇന്ന് സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ തിരുവനന്തപുരത്ത് അതിൻ്റെ കണ്ണിയാവും. ഏറ്റവും തുടക്കം ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീമാണെങ്കിൽ ഏറ്റവും അവസാനം രാജ്ഭവനിൽ കണ്ണിയാവുന്നത് EP ജയരാജനാണ്. ആ പഴയ അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ ഊർജ്ജത്തോടു കൂടി തന്നെയാണ് EP ജയരാജൻ ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാവുകയും ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ.